ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. ഈസി പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിവിടെ 25 പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളം, 1 പിഞ്ച് ഉപ്പ്, 2 ലെമണിൻ്റെ ജ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഈ ലെമണിൻ്റെ ജ്യൂസ് നമ്മളൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ചധികം നാൾ വെക്കുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കും. അതുകൊണ്ട് ഞാൻ ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ പാഷൻ ഫ്രൂട്ടിന് കുറച്ച് നല്ല പുളിയും ഉണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് അധിക ദിവസത്തേക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ അതിനകത്ത് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ പൾപ്പെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ നെടുകെ മുറിച്ച് മാറ്റി വയ്ക്കുകയാണ്. എല്ലാം മുറിച്ച് കഴിഞ്ഞ ശേഷം അതിനകത്തുനിന്ന് പൾപ്പെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ പതിവായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാറൊന്നുമില്ല. അതിനൊന്നാമത്തെ കാരണം ഇത്രയധികം പാഷൻ ഫ്രൂട്ട് കിട്ടാറില്ല. ഇതിപ്പോൾ കുറച്ചധികം കിട്ടിയതുകൊണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അല്ലാത്തപ്പോഴാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് കുറച്ചൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുറിച്ചെടുത്ത് ഇതിൻ്റെ പൾപ്പ് എടുത്ത് ആ പൾപ്പിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് ആ പൾപ്പ് മാത്രമായിട്ട് കഴിക്കും. ജ്യൂസൊന്നും ഉണ്ടാക്കാറ് അപ്പാടെ അങ്ങനെ കഴിക്കും. അങ്ങനെ കഴിക്കുന്നത് നല്ല രുചിയാണ്. ഇപ്പോൾ നമ്മളെല്ലാ പാഷൻ ഫ്രൂട്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഈ പൾപ്പെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ കുട്ടികൾ ഇതിന് പറയുന്ന വേറൊരു പേരാണ് കണ്ണിട്ട ജ്യൂസ് എന്ന്. ഈ ബ്ലാക്ക് കളർ സീഡ് ആ പൾപ്പിനകത്ത് കാണുമ്പോൾ അവർക്ക് അതിനെ അങ്ങനെ വിളിക്കാനാണ് തോന്നുന്നത്. അങ്ങനെ കണ്ണിട്ട ജ്യൂസ് എന്നൊരു പേര് ഇപ്പോൾ ഇതിനുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാൻ പറ്റും ഈ ഫ്രൂട്ട്. ഇപ്പോൾ നമ്മൾ പൾപ്പെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോർക്ക് തന്നെ വെച്ചിട്ട് ഈ പൾപ്പ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ പൾപ്പിനകത്ത് ഇങ്ങനെ ചെറിയ കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ആ കട്ടകളൊക്കെ ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളവും അതിനകത്തൊഴിച്ച് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. ഷുഗർ സിറപ്പ് റെഡിയായി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് നമ്മളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഒരു നുള്ളുപ്പും ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നവരാണെങ്കിൽ ലെമൺ ജ്യൂസും ഈ സമയത്ത് അതിനകത്ത് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പിൻ്റെ ചൂടാറിയ ശേഷം അതൊന്ന് അരിച്ചെടുത്ത് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പിൻ്റെ ചൂടെല്ലാം ഒന്ന് തണിഞ്ഞ് ഒരു ഇളം ചൂടാവുന്ന പരുവത്തിൽ നമുക്ക് അതിനകത്തോട്ട് പൾപ്പ് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഈ ഷുഗർ സിറപ്പിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്ക്വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തോട്ട് 2 ഐസ് ക്യൂബ്സും ഇട്ടിട്ട് ഈ സ്ക്വാഷ് അതിൻ്റെ ഒരു 1/4 ഭാഗം സ്ക്വാഷ് ഒഴിക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.